إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതീവ ഗൗരവത്തോടെ തന്നെ വസിയത്ത് ചെയ്യുകയാണ്. ഹിജ്റ 2-ാം വർഷം വിശ്വാസികളുടെ മേൽ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട വർഷം. അതേ വർഷത്തിൽ തന്നെ റമദാൻ 17-ന്റെ ദിവസത്തിൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് മുശ്രിക്കുകൾക്കെതിരെ യുദ്ധം നടത്തേണ്ടി വരുന്ന സാഹചര്യം ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു മനസ്സിലാക്കിയവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ നിലനിൽപ്പിനു വേണ്ടി മാനവ സമൂഹത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള യുദ്ധമാണ് ബദർ യുദ്ധം എന്നുള്ളത്. ഏകദൈവ വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിനെ മുറുകെ പിടിച്ചതിൻ്റെ പേര് സ്വന്തം വീടും നാടും ദേശവും വിട്ട് പലയിടത്തേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന ആളുകളുടെ വിശ്വാസി സമൂഹത്തിൻ്റെ മക്കയിൽ ഉപേക്ഷിച്ചു പോയ സ്വത്തുക്കളെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് അബൂ സുഫിയാൻ എന്ന തന്ത്രശാലി മെനഞ്ഞെടുത്ത ഒരു തന്ത്രത്തെ സിറിയയിലേക്ക് പോയി തിരികെ മടങ്ങി വരുന്ന അബൂ സുഫിയാനിൽ നിന്നും തങ്ങളിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട വിശ്വാസികളുടെ സമ്പത്ത് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ആ യാത്രാ സംഘത്തെ, കൊള്ള സംഘത്തെ തടയുന്നതിന് വേണ്ടി മാത്രമാണ് അന്ന് വിശ്വാസി സമൂഹം ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. എന്നാൽ തന്ത്രശാലിയായ അബൂ സുഫിയാന് ഓരോ സന്ദർഭത്തിലും ഇടവിട്ട് എന്താണ് മുസ്ലിങ്ങളുടെ വിശ്വാസികളുടെ അനക്കമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
അവരുടെ നീക്കങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് സുരക്ഷിതരായി മക്കയിലേക്ക് എത്തി എന്ന വാർത്ത അബൂജഹലിനെ അറിയിച്ചിട്ടും ഇസ്ലാമിനോട് അടങ്ങാത്ത വെറുപ്പും വിദ്വേഷവുമുള്ള അബൂജഹൽ യാതൊരു തരത്തിലും വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയ അബൂജഹൽ മദീനയുടെ അതിർത്തി പ്രദേശമായ ബദറിലേക്ക് കടന്നു വന്ന് അവിടെ തമ്പടിക്കുകയാണ്. എങ്ങനെയാ? സർവസന്നാഹങ്ങളുമായിട്ട് ഭക്ഷണം വെച്ച് വിളമ്പുവാനായിട്ടുള്ള ഒരു സംഘത്തെ, മദ്യം വിളമ്പിക്കൊണ്ട് മദ്യസേവ നടത്തിക്കൊണ്ട് കൂത്താടുവാനായിട്ട് അവർ ഉറപ്പിച്ച് തീരുമാനിച്ച, നർത്തകിമാരെ കൊണ്ട് അവരുടെ മുമ്പിൽ നൃത്തം ചെയ്യിപ്പിച്ച് സമയം ചിലവഴിച്ച് ആഘോഷിച്ച അബൂജഹലിന്റെ സംഘത്തിന്റെ മുമ്പിലേക്ക് ഇസ്ലാമിന്റെ മഹിത മനോഹരമായ ആശയത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട്, കടന്നു വരാനിരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട് ഏകദൈവ വിശ്വാസത്തെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വന്നതാണ്. നമ്മൾ ചരിത്രം മനസ്സിലാക്കുമ്പോൾ എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. ഇതാണ് യുദ്ധം തുടങ്ങുവാനുള്ള കാരണം എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് യാതൊരു തരത്തിലും യുദ്ധം ചെയ്യുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളുകളല്ല. അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തിയിട്ടില്ല. എന്നാൽ അബൂജഹലിന്റെ ദാഷ്ട്യത്തിന് മുമ്പിൽ ചെയ്യേണ്ടി വരികയാണ്. പരിശുദ്ധമായ ഖുർആൻ ആ ദിവസത്തെ പരിചയപ്പെടുത്തിയത്, വിശേഷിപ്പിച്ചത് യൗമുൽ ഫുർഖാൻ, യൗമുൽ ഫുർഖാൻ എന്നാണ്. വിവേചനത്തിന്റെ ദിവസം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തെ വിശേഷിപ്പിച്ചത്. യൗമു തഖാ അൽ ജംആൻ, സത്യവും അസത്യവും തമ്മിലുള്ള വേർതിരിവാണ് ഈ യുദ്ധമെന്ന്, ഈ ദിവസമെന്ന്, ബദർ എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവ്, സത്യവും അസത്യവും തമ്മിലുള്ള വേർതിരിവാണ്. തൗഹീദും ഏകദൈവ വിശ്വാസവും ശിർക്കും തമ്മിലുള്ള വേർതിരിവാണ്. അസത്യവും സത്യവും തമ്മിലുള്ള വേർതിരിവാണ്. സമത്വവും അസമത്വവും തമ്മിലുള്ള വേർതിരിവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഇതിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നു. സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധമാണ് ബദർ എന്ന് പറയുന്നത്. ഏകദൈവ വിശ്വാസം പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട്, അത് യഥാർത്ഥമായ വിശ്വാസത്തെ, തൗഹീദിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ശിർക്കിനെതിരെ, ബഹുദൈവാരാധകർക്കെതിരെ ചെയ്യേണ്ടി വന്ന യുദ്ധമാണ് ബദർ എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റൊരാളുമില്ല എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന വ്യക്തമായ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബദറിലേക്ക് ഒരു കൊച്ചു സംഘവുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി കൊണ്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മൾ ചരിത്രം പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് മുഴുവൻ വേണ്ടിയിട്ടാണ് ഈ ബദർ യുദ്ധം നടന്നത് എന്ന് പറയപ്പെടുന്നത്? നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ജാഹിലിയ കാലഘട്ടത്തിലേക്ക് മക്കയിലെ മുശ്രിക്കുകൾക്കിടയിലേക്ക് ഇസ്ലാം കടന്നു വരുന്ന രൂപം എങ്ങനെയാണ്? അന്ന് അവർക്ക് ഇടയിൽ നിന്ന ഉച്ചനീചത്വങ്ങളുടെയും അസമത്വങ്ങളുടെയും അളവെത്രയാണ്? ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ വ്യത്യാസമില്ല എന്ന ഇസ്ലാമിന്റെ ആശയത്തെ, അറബിയെന്നോ അനറബിയെന്നോ വ്യത്യാസമില്ല എന്ന ഇസ്ലാമിന്റെ ആശയത്തെ, സ്വദേശിയെന്നോ വിദേശിയെന്നോ പരദേശിയെന്നോ വ്യത്യാസമില്ലാത്ത ഇസ്ലാമിന്റെ ആശയത്തെ, കറുത്തവനെന്നും വെളുത്തവനെന്നും ഇല്ല എന്ന വ്യത്യാസമില്ല എന്ന ഇസ്ലാമിന്റെ ആശയത്തെ, സവർണനെന്നോ അവർണനെന്നോ വ്യത്യാസമില്ല എന്ന് പഠിപ്പിച്ച ആശയത്തെ, അതേപോലെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല എന്ന് പഠിപ്പിച്ച ആശയത്തെ, പെൺകുട്ടി കുഴിച്ചു മൂടപ്പെടേണ്ടവരല്ല എന്നും അവർ ബഹുമാനിക്കപ്പെടേണ്ടവരും ആദരിക്കപ്പെടേണ്ടവരും അഭിമാനമുള്ളവരും അവർക്ക് അവകാശങ്ങളും ഉള്ളവരാണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആശയത്തെ, ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ, മദ്യം സകല തിന്മകളുടെയും സകല തിന്മയുടെയും താക്കോലാണ് എന്ന ആശയത്തെ പഠിപ്പിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ച ഇസ്ലാമിന്റെ ആശയത്തെ, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധനക്കർഹനായിട്ടുള്ള ഒരാളുമില്ല എന്ന് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിളിച്ചാരാധിക്കുന്ന സകലതും യാതൊരു തരത്തിലും നിങ്ങൾക്ക് സഹായം ചെയ്യുവാൻ കഴിവുള്ളതല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയത്തെ, കൊള്ളയും കൊലയും ഒന്നിന്റെയും പരിഹാരമല്ല എന്നും സാഹോദര്യവും സമത്വവും സഹിഷ്ണുതയുമാണ് വെച്ചു പുലർത്തേണ്ടത് എന്ന പ്രവാചകന്റെ അധ്യാപനങ്ങളെ ഈ പറഞ്ഞ എല്ലാത്തിന്റെയും ആകത്തുകയാണ്. ഈ അധ്യാപനങ്ങൾക്കെതിരെ, ഈ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതിന്റെ, വാക്കുകൾ ഉയർത്തിയതിന്റെ ആകത്തുകയാണ്
ബദർ എന്ന് പറയുന്നത്. ഒരു തരത്തിലും ഈ പറഞ്ഞ ഇസ്ലാമിന്റെ ആശയത്തോടും ആദർശത്തോടും അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് മക്ക മുശ്രിക്കുകൾ പ്രവാചകനെ കള്ളനാക്കിയതും മുസ്ലിം സമൂഹത്തെ മുഴുവൻ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിന്റെ പരിസരത്ത് നിന്നും അസമത്വവും വംശീയതയും തുടച്ചു നീക്കുന്നതിന് വേണ്ടി സംസാരിച്ചു തുടങ്ങിയതാണ് ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ. വ്യക്തമായിക്കൊണ്ട് ചരിത്രങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. മനുഷ്യർക്ക് മുഴുവൻ വേണ്ടിയിട്ട് സംസാരിച്ചു തുടങ്ങിയത് അതുകൊണ്ടാണ്. ബദർ എന്ന യുദ്ധം മനുഷ്യർക്ക് മുഴുവൻ വേണ്ടി നടന്ന യുദ്ധമാണെന്ന് വിശേഷിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. ചരിത്രങ്ങൾ നമ്മൾക്ക് വ്യക്തമായ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നു. ഇതിന്റെ എല്ലാം ആകത്തുകയാണ്. മനുഷ്യർക്ക് വേണ്ടിയിട്ട് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന് വേണ്ടിയിട്ട്, മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ യുദ്ധമാണ് ബദർ എന്ന യുദ്ധം. നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? പിന്നീട് ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാലോ, സായുധരായ സർവസന്നാഹങ്ങളുമായി കൊണ്ട് നേരിടാൻ വന്ന അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള മുശ്രിക്കുകൾക്ക് അനായാസം, അവരുടെ 1/3 താഴെ മാത്രം വരുന്ന ഈ കൊച്ചു സംഘത്തെ സുഖമായി കൊണ്ട് അനായാസം അവർക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുമായിരുന്നു, അവർക്ക് വിഴുങ്ങുവാൻ കഴിയുമായിരുന്നു. അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ കണ്ടു. ആ രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് മാത്രം നടത്തിയ പ്രാർത്ഥന, മറ്റൊരാളോടും അള്ളാഹുവിന്റെ അടുക്കൽ പങ്കു ചേർത്തുകൊണ്ട് മറ്റൊരാളോടും പ്രവാചകൻ സഹായം ചോദിച്ചിട്ടില്ല, മറ്റാരോടും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ ഏറ്റവും അവസാനത്തെ സന്ദർഭത്തിലും പ്രവാചകൻ പ്രതീക്ഷ കൈവിട്ടുകൊണ്ട് മറ്റൊരാളോടും സഹായത്തിന് പോയിട്ടില്ല. എന്താണ് ചരിത്രം പഠിപ്പിച്ചു തന്നത്? അള്ളാഹുവേ, പ്രവാചകൻ നടത്തിയ പ്രാർത്ഥന, അള്ളാഹുവേ, ഈ കൊച്ചു സംഘമെങ്ങാനും ഇവിടെ നിന്ന് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നാരാധിക്കുവാനായിട്ട് മറ്റൊരു സംഘം ഉണ്ടാവില്ല എന്ന പ്രവാചകന്റെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് നൽകിയ ഉത്തരം എന്താണ്? ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിൻ മലായികതി മുർദിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ മറുപടി, നിങ്ങളുടെ ചോദ്യത്തിന് ഇതാ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ സഹായത്തിന് ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു, നിങ്ങളുടെ ചോദ്യത്തിന് ഇതാ മറുപടി നൽകിയിരിക്കുന്നു. തുടർച്ചയായി വരുന്ന 1000 മലക്കുകളെ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ സഹായം അർപ്പിക്കും, നിങ്ങൾക്ക് സഹായം നൽകുമെന്ന അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി, അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ടായി. ആരോടാണ് പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോട് മാത്രമാണ്. എന്താണ് അബൂജഹൽ പ്രാർത്ഥിച്ചത്? അതേ അള്ളാഹുവിനോട് തന്നെയാണ്. സത്യത്തെ വിജയിപ്പിക്കണമെന്ന അബൂജഹലിന്റെ പ്രാർത്ഥന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ എന്തുകൊണ്ട് ആ പ്രാർത്ഥന കേട്ടില്ല? എന്തുകൊണ്ട് ആ വലിയ സംഘത്തിന്, ആ സർവ്വസായുധരായി വന്ന, എല്ലാ സന്നാഹങ്ങളുമായി വന്ന, വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോട് കടന്നു വന്ന അബൂജഹലിന്റെ സംഘത്തിന് എന്തുകൊണ്ട് വിജയിക്കാൻ സാധിച്ചില്ല? അവർ അള്ളാഹുവിനോട് മാത്രമല്ല പ്രാർത്ഥിച്ചിരുന്നത്. അള്ളാഹുവിന് പുറമെ മറ്റു പല വസ്തുക്കളെയും അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ആരാധിച്ചു കൊണ്ടിരുന്നു. അതാണ് അവരുടെ പരാജയത്തിന് കാരണമെന്ന് പറയുന്നത്. ഇവിടെ ഈ ചെറിയ സംഘത്തിന്, ഈ ഒരു ചെറിയ സംഘത്തിന്, ബദറിലേക്ക് ഇറങ്ങിത്തിരിച്ച വിശ്വാസി സമൂഹത്തിന് അള്ളാഹുവിന്റെ സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടായത്, സഹായം ലഭിച്ചത് ഏതൊക്കെ തരത്തിലാണ് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു മലക്കുകളെ കൊണ്ട് സഹായം ഉണ്ടാക്കി. അള്ളാഹു അവർക്ക് ഉറക്കത്തെ വലിയൊരു അനുഗ്രഹമായി നൽകി. അവരുടെ മനസ്സിലുള്ള ഭയത്തെയും വിദ്വേഷത്തെയും മാറ്റിമറിക്കുവാൻ വേണ്ടിയിട്ട്, അവർക്ക് സമാധാനം നൽകുവാൻ വേണ്ടിയിട്ട് അള്ളാഹു ഉറക്കത്തെ പോലും അനുഗ്രഹമാക്കി നൽകി. മഴയെ അള്ളാഹു നൽകി. ഇങ്ങനെ ഒട്ടനേകം സഹായങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയതായിട്ട് കാണുവാൻ സാധിക്കും. വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ആ വിജയത്തിന് കാരണമായി കൊണ്ട് അള്ളാഹു സഹായിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് വിശ്വാസികളായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കേണ്ടത്? ആൾബലമല്ല, ആയുധബലമല്ല, സാമ്പത്തിക ഭദ്രതയല്ല, സായുധ സജ്ജങ്ങളായിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസവും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും
തവക്കുലുമാണ് വിജയത്തിന്റെ കാരണമെന്ന ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന തിരിച്ചറിവാണ് ഇതിൽ നിന്ന് നമ്മൾ വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടത്. ബദർ നമുക്ക് നൽകുന്ന പാഠം എന്ന് പറയുന്നതും ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമല്ലാതെ ഒരാൾക്കും വിജയം സാധ്യമല്ല എന്ന് നമ്മൾക്ക് ഈ ബദർ പഠിപ്പിച്ചു തരുന്നു. അള്ളാഹുവിലുള്ള അചഞ്ചലമായ പ്രതീക്ഷ നമ്മൾ കൈവെക്കുകയാണെങ്കിൽ, വിശ്വാസം നമ്മൾക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട് എങ്കിൽ, എത്ര പ്രതിസന്ധിയിലാണെങ്കിലും, എത്ര പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണെങ്കിലും, എത്ര ബുദ്ധിമുട്ട് നേരിടുന്ന സന്ദർഭങ്ങളിലാണെങ്കിലും വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ തയ്യാറാണ് എങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദാനം, അള്ളാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാവുമെന്നുള്ളത് തീർച്ചയാണ്. നമ്മൾക്ക് അസംഭവ്യമാണ് എന്ന് നമ്മൾക്ക് തോന്നുന്ന പല സംഗതികളിലും പല സാഹചര്യങ്ങളിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഖുർആനിന്റെ നിർദ്ദേശമുണ്ട്, അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റിയിട്ട് യാതൊരു തരത്തിലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശരാകരുത്. ഇത് ഖുർആനിന്റെ നിർദ്ദേശമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. എവിടെയാണ് ഒരു വിശ്വാസിക്ക് പ്രതീക്ഷ നഷ്ടപ്പെടേണ്ടത്? ഏത് പ്രതിസന്ധിയിലാണ് അള്ളാഹു അല്ലാതെ മറ്റൊരാളോട് സഹായം അഭ്യർത്ഥിക്കേണ്ടത്? ആരോടാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്? എവിടെയാണ് വിശ്വാസം നഷ്ടപ്പെടുന്ന പ്രവർത്തനം ഉണ്ടാകുന്നത്? അള്ളാഹുവിന്റെ ഈ വാഗ്ദാനത്തെ ഉറച്ചു വിശ്വസിച്ച ഒരു മനുഷ്യനും ഒരു തരത്തിലും വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തിലേക്കും ശിർക്കിന്റെ വഴികളിലേക്ക് കടന്നു പോകേണ്ടതില്ല എന്ന വ്യക്തമായ ഖുർആനിന്റെ അധ്യാപനം ഉണ്ടാകുന്നു. ബദർ തരുന്ന ചരിത്രം എന്ന് പറയുന്നത്, പാഠം എന്ന് പറയുന്നത് അതാണ്. ഏകദൈവ വിശ്വാസമാണ്, അള്ളാഹുവിനുള്ള ഉറച്ച വിശ്വാസമാണ്, തവക്കുലാണ്, പ്രതീക്ഷയാണ്. ഇതാണ് ഒരു വിശ്വാസിക്ക് ഈ ബദറിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്ന് പറയുന്നത്. 1000-ലേറെ വരുന്ന കൊള്ള സംഘത്തിന്റെ മുമ്പിൽ, ശത്രുക്കളുടെ മുമ്പിൽ 310-ലേറെ വരുന്ന ചെറിയൊരു സംഘവുമായിട്ട് യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്ന വിശ്വാസികളുടെ മനസ്സിലുള്ള പ്രതീക്ഷ എന്താണ്? അവരുടെ ഉള്ളിലുള്ള വെമ്പൽ എന്താണ്? ആ സംഘത്തിന്റെ ഒരു കൊച്ചു സംഘത്തിന്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലൊന്ന് ആലോചിച്ചു നോക്കുക. മുമ്പിൽ കാണുന്ന 1000-ഓളം വരുന്ന യുദ്ധസന്നാഹങ്ങളുമായിട്ട്, എല്ലാവിധ സംവിധാനങ്ങളുമായിട്ട് മുമ്പിലേക്ക് നമ്മളെ കൊല്ലാൻ വന്ന് നിൽക്കുന്ന സായുധരായിട്ടുള്ള യുദ്ധത്തിന്റെ എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് നിൽക്കുന്ന മുശ്രിക്കുകളുടെ എതിരാളികളുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മൾ, അതിന്റെ പകുതി മാത്രം വരുന്ന സംഘമായി കൊണ്ട് നിൽക്കുന്ന നമ്മൾക്ക് എന്തായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തോന്നൽ? അതാണ് നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത്. അവിശ്വാസമാണ് നമ്മൾക്ക് തിരിച്ചറിവ് നൽകുന്നത്. എന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിലാണ്. അവിടെ വിശ്വാസി എങ്ങാനും മുസ്ലിം എങ്ങാനും തിരിഞ്ഞോടിയിരുന്നു എങ്കിൽ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായം പറഞ്ഞ പോലെ നെറികെട്ട വർത്തമാനം അവരോട് പറഞ്ഞിരുന്നു എങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിരുന്നു എങ്കിൽ അവിടെ പരാജയം സംഭവിക്കുമായിരുന്നു. എന്താ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത്? അവസാനം ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോ, മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങൾ ഇവിടെ നിന്നുകൊള്ളാമെന്ന നെറികെട്ട വർത്തമാനം മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ സമുദായം പറഞ്ഞതുപോലെ ഞങ്ങളാരും പ്രവാചകരെ താങ്കളോട് പറയില്ല എന്ന സാഹോദര്യത്തിന്റെ, സഹിഷ്ണുതയുടെ വർത്തമാനം. അതാണ് ബദർ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകരെ, താങ്കൾ യുദ്ധം ചെയ്യുക, താങ്കളുടെ മുമ്പിൽ നിന്നും പിൻപിൽ നിന്നും ഇരു സൈഡുകളിൽ നിന്നും ഞങ്ങൾ താങ്കളോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുമെന്ന് പ്രവാചകനോട് അൻസാറുകളും മുഹാജിറുകളുമായിട്ടുള്ള ആളുകൾ, സ്വഹാബിമാർ പ്രവാചകന് നൽകിയ ധൈര്യം, അതാണ് വിജയം എന്ന് പറയുന്നത്. കൂടിയാലോചനയുടെ ബദർ, സാഹോദര്യ ബന്ധത്തിന്റെ ബദർ, എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തമായി അള്ളാഹുവിനെ ബലമേൽപ്പിക്കുന്നതിന്റെ ബദർ. ഇതാണ് നമ്മൾക്ക് ബദർ നൽകുന്ന പാഠം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലെവിടെയും അള്ളാഹു അല്ലാതെ മറ്റൊരാളോടും വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളോ അറിവോ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാനില്ല. ഇതിൽ അങ്ങനെ ഒരു പാഠം നമ്മൾക്ക് ഉൾക്കൊള്ളുവാനില്ല. യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതീവ ഗൗരവത്തോടെ തന്നെ വസിയത്ത് ചെയ്യുകയാണ്. എന്താണ് ബദർ എന്നും എന്താണ് യുദ്ധം ചെയ്യേണ്ടി വന്ന സാഹചര്യമെന്നും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയവരാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ബദർ എന്ന യുദ്ധം ചിലർക്ക് ഇസ്ലാം കൊള്ളയടിക്കുവാനും യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിനുമുള്ള തെളിവാണ്. സാമ്പത്തിക ലാഭത്തിനും അനീമത്ത് സ്വത്ത് കൈകടത്തി നേടുന്നതിനും വേണ്ടിയിട്ട്, പങ്കിട്ടെടുക്കുവാനും വേണ്ടിയിട്ടുള്ള തെളിവായിക്കൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ ബദറിനെ ഉപയോഗപ്പെടുത്തുന്നത്. ചിലർക്ക് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയുന്നതിനുള്ള തെളിവാണ്. ചിലർക്ക് സായുധ ജിഹാദ് നടത്തിയാൽ അള്ളാഹുവിൻ്റെ സഹായം കിട്ടുമെന്നതിൻ്റെ തെളിവാണ്. മറ്റു ചിലർക്ക് ആണ്ട് നേർച്ച നടത്തി പോത്തിറച്ചി തിന്നുവാനുള്ളതിൻ്റെ തെളിവാണ്. പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച് പണം കൈക്കലാക്കി സായുജ്യമടങ്ങുന്നതിൻ്റെ തെളിവാണ് ബദർ എന്നത്. മറ്റു ചിലർക്ക് ശിർക്ക് ചെയ്യാം എന്നതിൻ്റെ തെളിവാണ് ബദർ എന്ന് പറയുന്നത്. എന്നാൽ വിശ്വാസികൾക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠം എന്ന് പറയുന്നത് തൗഹീദ് പറയുകയും അതിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിലും ക്ഷമിക്കുകയും തഖ്വ കൈക്കൊള്ളുകയും ചെയ്താൽ അവസാനം അള്ളാഹുവിൻ്റെ സഹായം കിട്ടുമെന്നുള്ളതിൻ്റെ തെളിവാണ് ബദർ എന്ന് പറയുന്നത്. ഇതാണ് ബദർ നമുക്ക് നൽകുന്ന പാഠം എന്ന് പറയുന്നത്. ബദർ ശുഹദാക്കളടക്കം ബദരീങ്ങളായിട്ടുള്ള ഒരാൾ പോലും അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇതുവരെയും നമ്മൾക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും പ്രയാസം നേരിടുന്ന സാഹചര്യത്തിൽ പോലും അവർ മറ്റൊരാളോട് കൈ ഉയർത്തുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. അവരെ മുമ്പോട്ട് നയിച്ചത് അള്ളാഹുവിന്റെ അപാരമായ സഹായം കൊണ്ടല്ലാതെ വിജയിക്കുവാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവാണ്. വ്യക്തമായിക്കൊണ്ട് ഖുർആൻ പറയുന്നു, ഈ അൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും. നിങ്ങൾ അള്ളാഹുവിൽ ബലമേൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, അള്ളാഹുവിലേക്ക് നിങ്ങൾ കൈ ഉയർത്താൻ തയ്യാറാണെങ്കിൽ, അള്ളാഹുവിലേക്ക് മാത്രം നിങ്ങൾ കൈ ഉയർത്താൻ തയ്യാറാണെങ്കിൽ, അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്കും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. വമൻസുർ ഇല്ലാ മിൻ ഇൻദില്ലാ. വിജയമെന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്. ബദറിന്റെ വിജയം എന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്. അതിൽ മറ്റൊരാൾക്കും പങ്കില്ല. മറ്റൊരാളുടെയും സഹായം അതിൽ ഉണ്ടായിട്ടില്ല. മറ്റൊരാളുടെയും കൈകടത്തലുകൾ അതിൽ വന്നിട്ടില്ല. അള്ളാഹു അല്ലാതെ മറ്റൊരാളോടും അവർ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അവർ സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ അവർക്ക് വിജയിക്കുവാനും സാധിച്ചിട്ടില്ല. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇതാണ് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ തെളിവ് എന്ന് പറയുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് വിശ്വാസിയായിക്കൊണ്ടുള്ള നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? 310ഓളം വരുന്ന സംഘത്തെ അള്ളാഹുവിന് സഹായിച്ച് വിജയിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ ആ സംഘത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസം എന്താണ്? എല്ലാത്തിനും കഴിവുള്ളവനായ റബ്ബ് എങ്ങനെയുള്ള സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് യഹ്യ നബിയെ നൽകിയതുപോലെ, തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഇബ്രാഹിം നബിക്ക് തീയെ തണുപ്പാക്കി നൽകിയതുപോലെ, കാഴ്ച നഷ്ടപ്പെട്ടു പോയ യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു നൽകിയതുപോലെ,
മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സഹായിച്ചതുപോലെ, യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ സഹായിച്ചതുപോലെ അള്ളാഹു ഞങ്ങളെയും സഹായിക്കുമെന്ന വ്യക്തമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിനുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിന് ഇതെല്ലാം നിസാരമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്, ബദർ വിജയിച്ചിട്ടുള്ളത്. വിശ്വാസിക്ക് നൽകുന്ന പാഠം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വിഭാഗം പറയും ബദരീങ്ങളോട് സ്നേഹമില്ല എന്ന്. ബദരീങ്ങളെ നമ്മൾ വിശ്വാസികൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഒരു വിഭാഗം പറഞ്ഞു നടക്കും. ശരിയാണ്, ബദരീങ്ങൾക്ക് സ്ഥാനമില്ലേ? അവരെ സ്നേഹിക്കണ്ടേ? അവരെ ഇഷ്ടപ്പെടേണ്ടേ? ആദരിക്കേണ്ടേ? ഓരോ വിശ്വാസിയുടെയും ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്, കടമയാണ്. പക്ഷേ എങ്ങനെ സ്നേഹിക്കണമെന്ന് കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ബദറിൽ അവർ പിടഞ്ഞു വീണത്, വിശ്വാസി സമൂഹം അതിൽ പങ്കെടുത്ത 14 ആളുകൾ ഷഹീദായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണോ? ആ 310ഓളം വരുന്ന സംഘം എന്തിനു വേണ്ടിയിട്ടാണ് പോരാടിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ, കലിമത്ത് തൗഹീദിന്റെ ആദർശത്തെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി മാലോകർക്ക് മുഴുവൻ, കടന്നു വരാനുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്തിട്ടുള്ളത്. ആ യുദ്ധം ചെയ്ത ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അവരോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അല്ലാതെ അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടോ, അവരോട് സഹായം ചോദിച്ചിട്ടോ, അവരുടെ പേരിൽ മാലമൗലിദുകൾ നടത്തിയിട്ടോ, രോഗം മാറാനും കടബാധിതങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാനും അവരോട് പ്രാർത്ഥനകൾ അർപ്പിച്ചിട്ടോ അല്ല അവരോട് നമ്മൾ സ്നേഹം കാണിക്കേണ്ടത്. ഇന്നത്തെ ദിവസം, ഈ 17-ാം രാവ് എന്ന് പറയുന്ന ഈ ദിവസം, നമ്മുടെ നാടുകളിൽ കാണാൻ പോകുന്ന അനാചാരങ്ങൾ ഒരുപാടേറെയാണ്. ബിരിയാണി വെച്ച് റോഡ് സൈഡുകളിൽ നിന്ന് വിളമ്പുന്നതും, അത് മൃഷ്ടാനം വെട്ടി വിഴുങ്ങുന്നതും, പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നതും, സ്വലാത്ത് മജ്ലിസുകൾ, ബദർ മൗലിദുകൾ നടത്തുന്നതും, പണപ്പിരിവുകൾ നടത്തി കീശ നടക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സന്ദർഭമായിക്കൊണ്ട് മുതലെടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് സഹായം അഭ്യർത്ഥിക്കലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണോ ബദർ, എന്തിനെതിരെയാണോ ബദർ യുദ്ധം നടത്തിയത്, ബദറിൽ വിശ്വാസികൾ യുദ്ധം നടത്തിയത്, അത് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുവാനുള്ള ഇവരുടെ ശ്രമമാണ്. അതിലേക്ക് തന്നെയുള്ള തിരിച്ചുപോക്കാണ് ഈ ഒരു വിഭാഗത്തിൻ്റെതെന്നത്. അതുകൊണ്ട് സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥ തൗഹീദ് നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ആ ആശയത്തെ ഇനിയും നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന്റെ ബാധ്യതയാണ്. ബദർ നൽകുന്ന പാഠം അതാണ്. ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രയാസഘട്ടത്തിലും വിശ്വാസം മുറുകെ പിടിച്ചാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം. ആ പ്രതീക്ഷയോടുകൂടി ജീവിക്കണം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിന്റെ ദിവസത്തിൽ നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയണം. റമദാനിന് മുമ്പുള്ള ഒരാളാവരുത് റമദാന് ശേഷം ഉണ്ടാകുന്ന ഒരാളെന്ന് പറയുന്നത്. വർക്ക്ഷോപ്പിലേക്ക് പണിക്ക് കയറ്റിയ ഒരു കാറ് പൈസ മുഴുവൻ കൊടുത്ത് സമയവും ചിലവാക്കി ആ വർക്ക്ഷോപ്പിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ അതേ പ്രശ്നങ്ങൾ അതിൽ വീണ്ടും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിലെന്താണ് അർത്ഥമുള്ളത്? അതുപോലെയാണ് നമ്മൾ എന്ന് പറയുന്നത്. റമദാനിന് മുമ്പ് നമ്മൾക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടോ ആ പോരായ്മകളെല്ലാം തിരുത്തിക്കൊണ്ടായിരിക്കണം, അത് മായിച്ചു കളഞ്ഞുകൊണ്ടായിരിക്കണം, പരിഹരിച്ചു കൊണ്ടായിരിക്കണം റമദാനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മളെ മാറിത്തീരേണ്ടത്. ഈ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദിവസങ്ങളെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അവസാനത്തെ 10ലേക്ക് അടുക്കുന്നു. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി നൽകണമേ റബ്ബേ. അള്ളാഹുവേ ഈ കടന്നുപോയ ദിവസങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റബ്ബേ ഞങ്ങൾക്കെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കി നൽകണമേ റബ്ബേ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ അയൽവാസി സഹോദര സുഹൃത്തുക്കൾ, അള്ളാഹുവേ ഞങ്ങൾ ഇഷ്ടപ്പെട്ടവർ, ഞങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, അള്ളാഹുവേ അവരുടെയൊക്കെ കബറിടങ്ങൾ വിശാലമാക്കി നാളെ ഞങ്ങളെയും അവരെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി ഭരിക്കുവാനുമുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ റബ്ബേ.
അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ ആരോഗ്യത്തോടു കൂടിയുള്ള ജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ അപകട മരണങ്ങളിൽ നിന്നും പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ യഥാർത്ഥ തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതാവസാനം വരെയും പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله.